നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മഹാഭാരതത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റിജുരാമൻ. മഹാഭാരതത്തിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സഭാപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അനുദ്യൂതപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മഹാഭാരതം കഥ അത് നമുക്ക് ചില സന്ദർഭങ്ങളൊക്കെ കുറച്ച് വാചകങ്ങൾ കൊണ്ട് നമുക്ക് ഒതുക്കാം. പക്ഷേ ഇവിടെ വ്യാസഭഗവാൻ വളരെ വിശദമായിട്ടാണ് ഓരോ കാര്യങ്ങളും സൂക്ഷ്മതലത്തിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ തന്നെ ഒരു ചരിത്ര വിവരണം പോലെയാണ് വ്യാസഭഗവാൻ ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് വിദ്വാൻ കെ പ്രകാശം അദ്ദേഹത്തിൻ്റെ തർജ്ജിമയിൽ ഗദ്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ പ്രാധാന്യമുള്ള ഒരു ഭാഗവും വിട്ടുപോകാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥ വളരെ സാവകാശം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ബാക്കിയുള്ള മഹാഭാരതം കഥകൾ വായിക്കുന്ന സമയത്ത് രംഗങ്ങൾ പെട്ടെന്ന് മാറി മറിഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഇത് ഓരോ രംഗത്തെയും എങ്ങനെയാണോ നടന്നത് അതേ രീതിയിൽ തന്നെ വിശദമായിട്ട് വിവരിച്ചുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് മഹാഭാരതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു രൂപം അത് ഡിജിറ്റലായിട്ട് യൂട്യൂബിൽ കിടക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ഇത് എത്ര നാൾ കൊണ്ട് തീരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ സ്ഥിരമായിട്ട് കേൾക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു പ്രതികരണം ഒക്കെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കൂടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണേ എന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി വെക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടത് വനവാസത്തിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി ഉടുത്തിരുന്ന രാജവസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് മാൻതോലും ഉടുത്ത് നിന്ന പാണ്ഡവരെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ദുഷ്ടന്മാരായിട്ടുള്ള ദുശാസനും ദുര്യോധനും തയ്യാറായില്ല. ദുശാസനൻ പുറകെ നടന്ന് ഷണ്ടന്മാരെന്നൊക്കെ വിളിച്ചിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അപമാനിക്കാൻ വേണ്ടി തുടങ്ങി. പാഞ്ചാലിയും കൂടെ കൂട്ടിയാണ് അപമാനം തുടങ്ങിയത്. അപ്പോൾ സഹിക്കാൻ വയ്യാതെ ഭീമൻ വീണ്ടും തൻ്റെ ആ ഒരു ശപഥം ആവർത്തിച്ചതിന് ശേഷം വീണ്ടും ദുര്യോധനാണ് അടുത്ത ഊഴം. ഇവർ നടക്കുന്ന സമയത്ത് പുറകെ നടന്ന് ഗോഷ്ഠി കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അഹങ്കാരം കാരണം അന്ധനായി പോയെന്നാണ്. അഹങ്കാരവും ധനലോഭവും കാരണം അന്ധനായി തീർന്നിട്ടുള്ള ദുര്യോധനൻ അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇവരെ അപമാനിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ടിട്ട് ഭീമൻ വീണ്ടും ശപഥമെടുത്തെന്നാണ് പറയുന്നത്. ഭീമൻ പറഞ്ഞത്, ഞാൻ ദുര്യോധന നിന്റെ തുട അടിച്ചുടച്ചിട്ട് നിന്റെ തല ഞാൻ ഇവിടെ തറയിലിട്ട് ചവിട്ടും. അതിനോടൊപ്പം തന്നെ അർജുനൻ കർണനെ വധിക്കും, സഹദേവൻ ഈ ശകുനിയെ വധിക്കും. എന്തായാലും നിങ്ങളുടെ രക്തം ഈ ഭൂമിയിൽ വീഴുക തന്നെ ചെയ്യും ഉള്ള ഒരു ശപഥം എടുത്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനനും ശപഥമെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അർജുനൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം, ഭീമൻ ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരം കർണ നിന്നെ ഞാൻ എൻ്റെ അസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് വധിക്കും. നിന്നെ സഹായിക്കുന്നവരെ ഞാൻ വധിക്കും. അത് തീർച്ചയായിട്ടും നടക്കും എന്ന് അർജുനൻ അവിടെ പ്രതിജ്ഞയെടുത്തു. ആ സമയത്ത് സഹദേവൻ അതിഭയങ്കരമായിട്ടുള്ള കോപത്തോടു കൂടിയിട്ട് കോപിഷ്ഠനായിട്ടുള്ള സർപ്പം ചീറ്റുന്നത് പോലെ കൈകൾ ഉയർത്തി പറഞ്ഞു, നീ ശകുനി, നീ ഗാന്ധാര രാജ്യത്തിന് ഭയങ്കര അപമാനമാണ് വരുത്തി വച്ചിരിക്കുന്നത്. അപ്പം നിന്നെയും നിന്നെ സഹായിക്കുന്നവരെയും യുദ്ധത്തിൽ വെച്ചിട്ട് ഞാൻ വധിക്കുമെന്ന് സഹദേവനും പ്രതിജ്ഞയെടുത്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നകുലൻ, ലോകത്തിലെ ഏറ്റവും സുന്ദരൻ എന്നാണ് നകുലനെ വിശേഷിപ്പിച്ചത്. സുന്ദരനായിട്ടുള്ള നകുലൻ ആ സമയത്ത് പറഞ്ഞു, പാഞ്ചാലിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് വായ തുറന്ന ആരൊക്കെയാണോ യുദ്ധത്തിന് എൻ്റെ മുമ്പിൽ വരുന്നത് അവരെ എല്ലാവരെയും ഞാൻ വധിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവരെല്ലാം ശക്തരായിട്ടുള്ള ഈ 4 പേരും അവരെ ശക്തമായിട്ടുള്ള ആ ഒരു ശപഥങ്ങളൊക്കെ എടുത്തിട്ട് വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ട് അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് ധൃതരാഷ്ട്രരുടെ സഭയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ആ സഭയിലുള്ള കുരുശ്രേഷ്ഠന്മാരോടെല്ലാവരോടും അനുവാദം ചോദിച്ചു. അവിടെ ഇരിക്കുന്ന ഭീഷ്മരോടും വിതുരരോടും ദ്രോണരോടും അശ്വത്ഥാത്മാവിനോടും യുയുത്സുവിനോടും
വികർണനോടും അങ്ങനെ അവിടെ ധർമ്മിഷ്ഠരായിട്ടുള്ള എല്ലാ കൗരവരോടും അവർ ഈ വാനപ്രസ്ഥത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള വനവാസത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദവും യാത്രയും ഒക്കെ ചോദിച്ചു. ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഈ കൗരവ മുഖ്യന്മാരെല്ലാം തലകുനിച്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ആരും ഇവരുടെ മുഖത്തേക്ക് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല. അവരെല്ലാവരും ലജ്ജിച്ച് തല താഴ്ത്തിയിരുന്നു. അവരെല്ലാവരും പക്ഷേ മനസ്സുകൊണ്ട് ഇവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് വിതുരർ പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, പക്ഷേ നിങ്ങളുടെ അമ്മയായിട്ടുള്ള കുന്തി എന്നോടൊപ്പം നിൽക്കട്ടെ. ആ വൃദ്ധിയായിട്ടുള്ള അവളെ നിങ്ങളോടൊപ്പം വനവാസത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അവൾ എൻ്റെ ഗ്രഹത്തിൽ സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് യുധിഷ്ഠിരനും പാണ്ഡവരും ഈ വിതുരരുടെ കാല് തൊട്ട് വന്ദിച്ചതിന് ശേഷം പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളാണ്, അങ്ങേക്ക് എന്താ ഉപദേശമാണ് ഞങ്ങൾക്ക് തരാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാൻ വേണ്ടി തുടങ്ങി, അധർമ്മത്തിൽ തോൽപ്പിക്കപ്പെട്ടവർ തോൽവിയിൽ ദുഃഖിക്കില്ല. നിങ്ങൾ അധർമ്മം കൊണ്ട് മാത്രമാണ് നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. യുധിഷ്ഠിര, നീ ധർമ്മജ്ഞനാണ്. നിന്റെ അനുജനായിട്ടുള്ള ഭീമനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ളവരാരും ഈ ലോകത്തില്ല. യുദ്ധത്തിൽ അർജുനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നകുലൻ എന്ന് പറയുന്നത് ധനസമ്പാദകനാണ്. സഹദേവൻ വളരെ ഭരണ നിപുണനാണ്. ഇങ്ങനെ എല്ലാ കഴിവുകളും നിങ്ങളിൽ ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരുമയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർക്കും സാധ്യമല്ല. അതോടൊപ്പം തന്നെ ഭൃഗുമഹർഷിയുടെ ശിഷ്യവൃത്തത്തിൽ കഴിയുന്ന ഭൗമ്യൻ നിങ്ങളെ നയിക്കും, നിങ്ങളെ സംരക്ഷിക്കും. ആപത്ത് കാലത്ത് ബുദ്ധി കൈവിടരുത്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാവട്ടെ, നിങ്ങളുടെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. സർവ്വകാര്യങ്ങളിലും ആലോചിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുക. പാണ്ഡവരെ, നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതം തരുന്നു, നിങ്ങൾക്ക് നന്മ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എത്രയും വേഗം മടങ്ങി വരൂ. ഇതിനു മുമ്പേ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം കൃഷ്ണ അന്തഃപുരത്തിൽ ചെന്നിട്ട് തൻ്റെ ഭർത്താക്കന്മാരുടെ അമ്മയായിട്ടുള്ള കുന്തിദേവിയെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങിച്ചു. തൻ്റെ ചോര പുരണ്ട വസ്ത്രവുമായിട്ടാണ് അവിടെ ചെന്നത്. കുന്തിയുടെ കാലിൽ പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിച്ചു. കുന്തിദേവി എഴുന്നേൽപ്പിച്ചിട്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള രീതിയിൽ വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് ദ്രൗപദിയും കരഞ്ഞു. ഇത് കണ്ട് അന്തഃപുരത്തിലെ സ്ത്രീകളെല്ലാവരും കൂടി കൂട്ടക്കരച്ചിലായി. അവര് ആ സമയത്ത് ഇടറുന്ന കണ്ടത്തോട് കൂടിയിട്ട് മരുമകളോട് കുന്തി പറഞ്ഞു, ദേവി, നിന്നോട് ഭർത്താക്കന്മാരെ എങ്ങനെ പരിചരിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ ധർമ്മിഷ്ഠയാണ്, അതുകൊണ്ട് നിനക്ക് ഒരാപത്തും ഉണ്ടാവില്ല. എൻ്റെ ഉണ്ണിയായിട്ടുള്ള സഹദേവനെ നീ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവന് ഒരു ദുഃഖവും വരാതെ നീ അവനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ കുന്തിയുടെ വാക്കുകൾ കേട്ട് കണ്ണീർ തുടച്ച് ചോര പുരണ്ട വസ്ത്രവുമായിട്ട്, ഒറ്റവസ്ത്രവുമായിട്ട്, ദുശാസനാൽ അഴിക്കപ്പെട്ട മുടിയുമായിട്ട് അവൾ പാണ്ഡവരുടെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് കുന്തി ഇവളുടെ പുറകെ ഓടിച്ചെന്നു. ആ സമയത്താണ് മാൻതോലും ഉടുത്ത് ലജ്ജിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന പാണ്ഡവരെ കണ്ടത്. അവരെ കളിയാക്കിക്കൊണ്ട് ശത്രുക്കളും അവരോടുള്ള സഹതാപവുമായിട്ട് മിത്രങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. പാണ്ഡവരുടെ ഈ സ്ഥിതി കണ്ടിട്ട് കുന്തിക്ക് സഹിച്ചില്ല. അവൾ അലമുറയിട്ട് നിലവിളിച്ചുകൊണ്ട് പലതും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്? നിങ്ങളായിട്ട് ഒരു പാപവും ചെയ്തില്ലെന്ന് എനിക്കറിയാം. ഇത് എൻ്റെ കർമ്മഫലം കൊണ്ടാണ് ഇങ്ങനെ ഈ ഗതി എനിക്ക് വന്നത്. നിങ്ങൾ വനവാസത്തിന് പോകേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ അച്ഛനായിട്ടുള്ള പാണ്ഡു മരിച്ചതിന് ശേഷം ഒരിക്കലും ഞാൻ നിങ്ങളെ ഈ ഹസ്തായാപുരത്തിലേക്ക് കൊണ്ടുവരികയില്ലായിരുന്നു. നിങ്ങളുടെ അച്ഛൻ എത്ര ഭാഗ്യവാനാണ്. ഇതൊന്നും കാണാതെ അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി കിട്ടിയില്ലേ? നിങ്ങളുടെ അമ്മയായിട്ടുള്ള മാതൃയും ഭാഗ്യവതി തന്നെയാണ്. അവളും ഇതൊന്നും കാണാതെ സ്വർഗപ്രാപ്തി കിട്ടിയില്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആശ കാരണം നിങ്ങളെയും വളർത്തി ഇതെല്ലാം കാണേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായല്ലോ. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനെ വിളിച്ചിട്ട് കരയാണ്, കൃഷ്ണ, മാധവ, ധർമ്മസംരക്ഷകനായിട്ടുള്ള അങ്ങ് ഈ അനീതിയൊന്നും കാണുന്നില്ലേ? അങ്ങ് എവിടെ പോയിരിക്കുകയാണ്? അങ്ങെന്താണ് ഇവരെ സംരക്ഷിക്കാത്തത്? ധർമ്മവും മാഹാത്മ്യവും കീർത്തിയും വീര്യവും ഉണ്ടായിട്ടും ഇവരിങ്ങനെ ദുഃഖിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? ഭഗവാൻ കൃഷ്ണ, അങ്ങ് എന്തുകൊണ്ടാണ് അവരെ കാക്കാത്തത്? ഇനി അവരെ കാക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ തൻ്റെ
ഭർത്താവായിട്ടുള്ള പാണ്ഡുവിനെ വിളിച്ച് കരയാൻ തുടങ്ങി. അങ്ങയുടെ സംരക്ഷണം എവിടെയാണ്? അങ്ങ് എവിടെയാണ്? അങ്ങ് എന്താണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായിട്ടും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം പിന്നെയും പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി, നിപുണരുമായിട്ടുള്ള നീതിയിലും അതിഭയങ്കരമായിട്ടുള്ള നിപുണരായിട്ടുള്ള ഇവിടെ ഭീഷ്മരും ദ്രോണരും കൃപനും ഒക്കെ ഉണ്ടായിട്ട് അവരാരും എന്തുകൊണ്ടാണ് എൻ്റെ ഈ മക്കൾക്ക് ഇങ്ങനെയൊരു അനീതി സംഭവിച്ചിട്ട് അവരാര് അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് വരാഞ്ഞത്? അവർക്കൊക്കെ ഈ ഗതി വരുന്നത് ഇവരൊന്നും കണ്ടില്ലേ? എന്നിട്ട് ഇന്ദം വിലപിച്ചുകൊണ്ട് പറയണം, മാതൃപുത്ര സഹദേവ, നീ പോവണ്ട, നീ എന്നെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പാണ്ഡവരെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവരെ കുന്തിയുടെ കാലിൽ വീണിട്ട് അനുഗ്രഹം വാങ്ങിച്ചു. അനുഗ്രഹം വാങ്ങിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് വിതുരരെ ഏൽപ്പിച്ചു. വിതുരരെ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുന്തിയെ തൻ്റെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കുരുസ്ത്രീകളൊക്കെ അതിഭയങ്കരമായിട്ട് നിലവിളിക്കാൻ വേണ്ടി തുടങ്ങി. അതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തോർത്ത് അവർ തലയിൽ കൈവച്ചുകൊണ്ട് കുനിഞ്ഞ് ഇരിപ്പായെന്നാണ് പറഞ്ഞത്. അപ്പം ധൃതരാഷ്ട്രർക്കും തൻ്റെ മകൻ്റെയും തൻ്റെയും ചെയ്തികൾ ഓർത്തിട്ട് മനസ്സിന് സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു. അതിഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ ഈ ധാർത്തപുത്രന് ഉണ്ടായെന്നാണ്, ധൃതരാഷ്ട്രർക്ക് ഉണ്ടായെന്നാണ്. അവന് അങ്ങനെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് വിതുരരെ വിളിച്ചു വരുത്തി. വിതുരരെ വിളിച്ചു വരുത്തിയതിന് ശേഷം ധൃതരാഷ്ട്രർ ചോദിച്ചു, പാണ്ഡവർ ഇവിടുന്ന് പോകുന്ന സമയത്ത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പോയത്, എന്തൊക്കെയായിരുന്നു അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അതൊക്കെ അങ്ങ് വിശദമായിട്ട് പറയണം എന്ന് പറഞ്ഞു. അപ്പം വിതുരർ പറഞ്ഞു, അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. യുധിഷ്ഠിരൻ പോകുന്ന സമയത്ത് ഉത്തരീയം കൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് പോയത്. ഭീമൻ കൈകൾ രണ്ടും ഉയർത്തിക്കൊണ്ടാണ് പോയത്. അർജുനൻ പോയ സമയത്ത് പൂഴിവാരി ആകാശത്തിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് പോയത്. സഹദേവൻ മുഖം മുഴുവനും ചായം തേച്ചുകൊണ്ടാണ് പോയത്. നകുലൻ ദേഹം മുഴുവനും പൊടി വെള്ളത്തിക്കൊണ്ടാണ് പോയത്. അതിനോടൊപ്പം തന്നെ അവരുടെ പുറകിലെ കൃഷ്ണ അവളുടെ ആ അഴിഞ്ഞ മുടിയും ദുശാസനാൽ അടിക്കപ്പെട്ട മുടിയും ആ ചോര പുരണ്ട ഒറ്റ വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് പോയത്. അവരുടെ കൂട്ടത്തിൽ ധൗമ്യൻ ദർഭയും കയ്യിൽ പിടിച്ചുകൊണ്ട് സാമഗാനങ്ങൾ, വേദങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ധൃതരാഷ്ട്രർ ചോദിച്ചു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, അതങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോഴേ ധൃതരാഷ്ട്രർ പറയാണ്, യുധിഷ്ഠിരൻ മുഖം മറിച്ച് ഉത്തരയും കൊണ്ട് മുഖം മറിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം അവന് ഈ ഒരു അധർമ്മം കൊണ്ട് അവൻ്റെ മനസ്സിൽ ഒരു ദുഃഖവും ഉണ്ടായിട്ടില്ല. അവന് നിൻ്റെ മക്കളോടൊക്കെ അനുകമ്പയാണ്. അവന് ഇവിടെ ഇരിക്കുന്ന സദസ്യരോടും ജനങ്ങളോടും ഒരു കോപവുമില്ല. അവൻ്റെ കോപദൃഷ്ടി കൊണ്ട് ഇവിടെയുള്ള ആർക്കും ഒരു ആപത്തും ഉണ്ടാവില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ മുഖം മറച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. പിന്നെ ഭീമൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യം അവൻ്റെ ബാഹുശക്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കൈകളുടെ ശക്തിക്കുള്ളിൽ നിന്നും ഒരു ശത്രുവിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാവില്ല. എല്ലാ ശത്രുക്കളെയും അവൻ കൈകൾ കൊണ്ട് തന്നെ വധിക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പോയത്. അർജുനൻ പൂഴിവാരി അറിയാൻ വേണ്ടിയിട്ട് കാര്യം, ഈ പൂഴി എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ അസ്ത്രങ്ങൾ കൊണ്ട് ശത്രുക്കളെ എല്ലാവരെയും മുടിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പൂഴി പോകുന്നത് പോലെ അസ്ത്രങ്ങൾ വർഷിച്ച് ശത്രുക്കളെല്ലാം മുടിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ പൂഴിവാരി എറിഞ്ഞതെന്നാണ്. സഹദേവൻ തൻ്റെ മുഖം ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഹദേവൻ മുഖത്ത് മുഴുവൻ ചായം പൂശിക്കൊണ്ട് പോയത്. നകുലൻ്റെ സൗന്ദര്യം കണ്ടിട്ട് സ്ത്രീകളാരും ആകർഷിച്ച് പുറകെ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ദേഹം മുഴുവനും പൊടി പിടിപ്പിച്ച് അവന് വികൃത രൂപത്തിൽ ഇവിടുന്ന് പോയതെന്നാണ്. പിന്നെ ദ്രൗപദി അവള് അഴിഞ്ഞ മുടിയുമായിട്ട് കണ്ണുനീര് മൊലിപ്പിച്ചുകൊണ്ട് ആ ചോരപുരണ്ട വസ്ത്രവുമായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം, 14 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് കൗരവന്മാരെല്ലാവരും കൊല്ലപ്പെടും. അന്ന് അവരുടെ സ്ത്രീകളൊക്കെ ദ്രൗപദിയുടെ ഈ അവസ്ഥയിൽ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഉദകക്രിയകൾ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമേ അവൾ ഈ ഹസ്തിനാപുരിയിലേക്ക് പ്രവേശിക്കുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതേ വേഷത്തിൽ തന്നെ ഇവിടുന്ന് പോയത്. അതോടൊപ്പം തന്നെ അവരുടെ പുരോഹിതനായിട്ടുള്ള ധൗമ്യൻ, അദ്ദേഹം തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ആ ഇത് പിടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള യമവർണ്ണനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം 14 വർഷം കഴിഞ്ഞ് യുദ്ധം നടത്തുമ്പോൾ കുരുവംശത്തിലുള്ള എല്ലാവരും ഇല്ലാതാകുന്ന സമയത്ത് ഈ ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർക്കൊക്കെ ആ ഒരു മന്ത്രം ചൊല്ലേണ്ടി വരും. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ധൗമ്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നാണ് പറയുന്നത്.
അതിനുശേഷം വിതുരർ പറയാണ്, ജനങ്ങൾ പറയുന്നതും ഒക്കെ ഞാൻ കേട്ടു. ജനങ്ങളെല്ലാം പറഞ്ഞത് ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവരെ ചതിച്ച് കൗരവരിത അവരെ നാട് കടത്തുകയാണ്. ഞങ്ങളെല്ലാവരും നാഥനില്ലാരായല്ലോ, ഇനി ഈ അധർമ്മികളുടെ കീഴിൽ ജീവിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് വരുമല്ലോ എന്നാണ് ജനങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇപ്രകാരം വിതുരരും ആ രാജാവായിട്ടുള്ള അന്ധനായിട്ടുള്ള രാജാവും കൂടി അവിടെ ധൃതരാഷ്ട്രം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ സഭാമധ്യത്തിലേക്ക് ബ്രഹ്മർഷിയായിട്ടുള്ള നാരദനും മഹർഷിമാരും കൂടി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം രൗദ്രഭായിട്ടുള്ള ഭാവത്തോടുകൂടി കോപത്തോടു കൂടിയിട്ട് പറഞ്ഞു, 14 വർഷം കഴിയുമ്പോൾ കുരുവംശം മുഴുവനും ഇവിടെ നശിക്കും. അത് ചെയ്യുന്നത് ഭീമ അർജുനന്മാരുടെ ബലത്താലായിരിക്കും. കുരുവംശം മുഴുവൻ 14 വർഷത്തിനുള്ളിൽ നശിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതിന് മുമ്പായിട്ട് അവിടെ നാരദ മഹർഷി വരുന്നതിന് മുമ്പായിട്ട് തന്നെ അതിഭയങ്കരമായിട്ടുള്ള ദുർനിമിത്തങ്ങൾ ആ ഹസ്തിനാപുരിയിൽ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അവിടെ അതിഭയങ്കരമായിട്ട് ഇടിവെട്ടി, മേഘമില്ലാതെ ഇടിവെട്ടി, പുള്ളിമീനുകൾ പാഞ്ഞുകൊണ്ടിരുന്നു ആകാശത്തിൽ, ഭൂകമ്പമുണ്ടായി, കുറുക്കന്മാരൊക്കെ അതിഭയങ്കരമായിട്ട് ഊരിയിട്ടു, കഴുതകൾ കിടന്ന് കരഞ്ഞു, നായ്ക്കളും കുറുക്കന്മാരും മാംസവും എല്ലുമൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുപോയി പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ക്ഷേത്രാങ്കണങ്ങളിലും രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിലും അന്തഃപുരങ്ങളിലും അതോടൊപ്പം തന്നെ പ്രധാന വീഥികളിലും ഒക്കെ നിരത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെയുള്ള കൗരവവാസികളും എല്ലാവരും അതിഭയങ്കരമായിട്ട് പേടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷമാണ് ഈ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ശാപവചനം പോലെ ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് പോയത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.